മാർക്കറ്റിൽ ആയിരക്കണക്കിന് കമ്പനികളാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ മാർക്കറ്റ് ക്യാപ്പിന്റെ അടിസ്ഥാനത്തിൽ ലാർജ് ക്യാപ്പ്, മീഡിയം ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. കൂടാതെ ഒരു കമ്പനി ഏത് ഇൻഡസ്ട്രിയിൽ ഉള്ളതാണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇൻഡസ്ട്രി വൈസും തിരിച്ചിട്ടുണ്ട്. പല ഇൻഡസ്ട്രികളിലെയും മാർക്കറ്റ് ലീഡേഴ്സായ കമ്പനികളെ കുറിച്ച് നമുക്കറിയാം. മാർക്കറ്റ് ക്യാപ്പ് അല്ലെങ്കിൽ മാർക്കറ്റ് ഷെയർ കൂടിയത് കൊണ്ട് മാത്രമല്ല മാർക്കറ്റ് ലീഡേഴ്സ് എന്ന വിശേഷണം ഈ കമ്പനികൾക്ക് ലഭിക്കുന്നത്. മറിച്ച് ഇത്തരം കമ്പനികൾ ഫണ്ടമെന്റലി കൂടി സ്ട്രോങ് ആണ്. ഫണ്ടമെന്റൽ അനാലിസിസ് നടത്തിയാണ് കമ്പനിയുടെ ലോങ് ടേം പൊട്ടൻഷ്യലിനെ കുറിച്ച് മനസ്സിലാക്കുക. അതിനായി പൊതുവെ അനലിസ്റ്റുകൾ സ്വീകരിക്കുന്ന ഒരു രീതിയാണ് സ്വട്ട് അനാലിസിസ്. ഇവിടെ കമ്പനിയുടെ സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി, ത്രെറ്റ് എന്നിവയെക്കുറിച്ചാണ് പഠിക്കുന്നത്. ആനുവൽ റിപ്പോർട്ട് തന്നെയാണ് ഇതിനുള്ള ഏറ്റവും റിലയബിൾ ആയ സോഴ്സ്. പക്ഷേ ആനുവൽ റിപ്പോർട്ട് പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കുക എന്നതും എളുപ്പമല്ല. എന്നാൽ നിങ്ങൾ അറിയേണ്ട പ്രധാന കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് കമ്പനികളുടെ ഒരു മിനി SWOT അനാലിസിസ് കിട്ടിയാലോ? വെൽക്കം ടു SWOT ഇറ്റ് സോർട്ട് ഇറ്റ്. വീഡിയോ ആരംഭിക്കുന്നതിന് മുൻപ് പറയട്ടെ, ഇത് ഒരിക്കലും ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല. കമ്പനിയുടെ ബിസിനസ് മോഡൽ എന്താണെന്നും അവരുടെ പൊട്ടൻഷ്യലിനെ കുറിച്ചുമുള്ള ഒരു അവയർനെസ് മാത്രമാണ് നിങ്ങളിലേക്ക് പങ്കുവെക്കുന്നത്. ഓട്ടോമോട്ടീവ് മേഖലയിൽ ഒറിജിനൽ എക്യുപ്മെന്റ് മാനുഫാക്ചേഴ്സിന് ഓട്ടോമോട്ടീവ് കോമ്പണന്റ് സപ്ലൈ ചെയ്യുന്ന സംവർധന മദേഴ്സിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആണ് ഇന്ന് പറയുന്നത്. 87,000 കോടി രൂപ മാർക്കറ്റ് ക്യാപ്പുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓട്ടോ ആൻസിലറി കമ്പനിയാണ് മദേഴ്സൺ. ലോകത്തിലെ തന്നെ മുൻനിര സപ്ലൈസിന്റെ പട്ടികയിൽ കമ്പനിയുണ്ട്. കൂടാതെ നോൺ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രീസ് ആയിട്ടുള്ള എയ്റോസ്പേസ്, ലോജിസ്റ്റിക്സ്, ഹെൽത്ത്, മെഡിക്കൽ, IT എന്നീ ഇൻഡസ്ട്രികളിലേക്കും കമ്പനി അവരുടെ പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈ ചെയ്തിട്ടുണ്ട്. ഓപ്പറേഷണൽ യൂണിറ്റ്സ്, ടെക് സെന്റേഴ്സ് എന്നിവ ഉൾപ്പെടെ 44 രാജ്യങ്ങളിലായി 400-ലധികം ഫെസിലിറ്റീസ് ആണ് കമ്പനിക്ക് നിലവിലുള്ളത്. ഓർഗാനിക് ഗ്രോത്ത്, നിർണായകമായ പല മെർജേഴ്സ് ആൻഡ് അക്വിസിഷൻസും ഒപ്പം ലീഡിംഗ് കമ്പനികളുമായിട്ടുള്ള പാർട്ട്ണർഷിപ്പ് എന്നിവ ഇൻഡസ്ട്രി ലീഡറായി വളർന്നു വരുന്നതിന് കമ്പനിയെ സഹായിച്ചു. 2024 മാർച്ച് 31 വരെയുള്ള കണക്ക് പ്രകാരം അടുത്ത 5 വർഷങ്ങൾക്കുള്ളിൽ ഡെലിവർ ചെയ്യേണ്ട $83.9 ബില്യൺ ഓർഡറുകൾ കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അതായത് വരും വർഷങ്ങളിൽ റവന്യൂവിൽ സ്റ്റഡി ഫ്ലോ ഉണ്ടാകുമെന്ന് സാരം. 5 ബിസിനസ് സെഗ്മെന്റുകളാണ് കമ്പനിക്കുള്ളത്. വയറിംഗ് ഹാർനസ് സെഗ്മെന്റ് ആണ് അതിലൊന്ന്. അതായത് EVയിൽ ഉപയോഗിക്കുന്ന ബാറ്ററി പാക്ക്, മോട്ടോർ സെൻസേഴ്സ്, ഡിസ്പ്ലേ എന്നിവയെ കണക്ട് ചെയ്യുന്ന വയറിംഗ് ഹാർനസ് ഇതിനുദാഹരണമാണ്. കാറുകളിലൊക്കെ ഉപയോഗിക്കാറുള്ള വിഷൻ സിസ്റ്റം മാനുഫാക്ചർ ചെയ്യുന്നതാണ് മറ്റൊരു സെഗ്മെന്റ്. ഒപ്പം മൊഡ്യൂൾസ് ആൻഡ് പോളിമർ പ്രൊഡക്ട്സ് മാനുഫാക്ചർ ചെയ്യുന്ന വേറൊരു സെഗ്മെന്റ് കൂടിയുണ്ട്. ഇലക്ട്രിക് വെഹിക്കിൾസിന് വേണ്ടിയുള്ള ബാറ്ററി പാക്സ്, പ്രീ ഇൻസ്റ്റാൾഡ് വിൻഡോസ്, സ്പീക്കേഴ്സ്, വയറിംഗ്സ് എന്നിവയുള്ള കംപ്ലീറ്റ് കാർ ഡോർസ് പോലുള്ള പ്രൊഡക്റ്റുകളാണ് ഇൻ്റഗ്രേറ്റഡ് അസംബിൾ സെഗ്മെന്റിൽ വരുന്നത്. കൂടാതെ ഇലാസ്റ്റോമേഴ്സ്, ലൈറ്റിംഗ് ആൻഡ് ഇലക്ട്രോണിക്സ്, പ്രെസിഷൻ മെറ്റൽസ് പോലുള്ള മറ്റ് എമേർജിംഗ് ബിസിനസ്സുകളും ഡെവലപ്പ് ചെയ്ത് കമ്പനി കൊണ്ടുവരുന്നുണ്ട്. കമ്പനിയുടെ മേജർ സ്ട്രെങ്ത്തുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഡൈവേഴ്സിഫൈ ആയ പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ തന്നെയാണ് കമ്പനിയുടെ മേജർ അഡ്വാൻറ്റേജ്. അതുകൊണ്ട് തന്നെ ഗ്ലോബൽ ഓട്ടോ സപ്ലൈ ചെയിൻ ഇൻഡസ്ട്രിയിൽ സിഗ്നിഫിക്കൻ്റ് ആയ പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നത് കമ്പനിയുടെ സ്ട്രെങ്ത് ആണ്. അതായത് ഫ്യൂച്ചറിലും സ്ട്രോങ് ഓർഡേഴ്സ് ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. മറ്റൊന്ന്, കമ്പനിയുടെ 95% പ്രൊഡക്റ്റുകളും എല്ലാ വാഹന മോഡലുകൾക്കും ഉപയോഗിക്കാം എന്നതാണ്. അതായത് കമ്പനി അവകാശപ്പെടുന്നത് പവർ ട്രെയിൻ അഗ്നോസ്റ്റിക് ആയ പോർട്ട്ഫോളിയോ ആണ് ഉള്ളത് എന്നാണ്. തുടക്കത്തിൽ നമ്മൾ അക്വിസിഷനെ കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. അത് തന്നെയാണ് മറ്റൊരു സ്ട്രെങ്ത്. 2002 മുതൽക്ക് 43 അക്വിസിഷൻസ് കമ്പനി നടത്തിയിട്ടുണ്ട്. ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിയാണ് മറ്റൊരു സവിശേഷത. 33 ടെക് സെന്റേഴ്സ് ആണ് കമ്പനിയുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിനായിട്ട് ഉള്ളത്. 2800ഓളം പേറ്റന്റുകളും ഉണ്ട്. ഇത് നമുക്ക് മറ്റൊരു സ്ട്രെങ്ത് ആയി കണക്കാക്കാം. ഗ്ലോബൽ പ്രസൻസ് ആണ് മറ്റൊരു സവിശേഷത. എമേർജിംഗ് മാർക്കറ്റുകളിലടക്കം ഗ്ലോബൽ പ്രസൻസ് എക്സ്പാൻഡ് ചെയ്യുന്നതിനും കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. മേജർ വീക്ക്നെസ്സുകൾ കൂടി പരിശോധിക്കാം. വീക്ക്നെസ് നോക്കിയാൽ കമ്പനിയുടെ മേജർ റവന്യൂ കോൺട്രിബ്യൂഷൻ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയിൽ തന്നെയാണ്. നോൺ ഓട്ടോമോട്ടീവ് മേഖലയിലേക്ക് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഈ സെഗ്മെന്റുകളിൽ കമ്പാരിറ്റീവ്ലി വീക്ക് ആണെന്ന് കാണാം. റോ മെറ്റീരിയൽ കോസ്റ്റിനുണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ്, സപ്ലൈ ഷോർട്ടേജ് ഒക്കെ കമ്പനിയുടെ പ്രൊഡക്ഷനെ ബാധിക്കുന്ന റിസ്കുകളാണ്. 44 രാജ്യങ്ങളിൽ കമ്പനിയുടെ പ്രസൻസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഇതുമൂലം ഉണ്ടാകുന്ന ഒരു റിസ്ക് എന്ന് പറയുന്നത് കോംപ്ലക്സിറ്റിയാണ്. അതായത് എഫിഷ്യൻ്റ് ആയിട്ട് മാനേജ് ചെയ്യാനുള്ള സാധ്യത കുറയുന്നു. ഏറ്റെടുക്കൽ വളർച്ചയിൽ സഹായിക്കുമെങ്കിലും എഫക്റ്റീവായി ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് വലിയൊരു റിസ്ക് ആണ്. ഇനി കമ്പനിയുടെ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. കമ്പനിയുടെ വിഷൻ 2025 പറയുന്നത് പുതിയ സെഗ്മെന്റുകളിൽ നിന്നുള്ള റവന്യൂ കോൺട്രിബ്യൂഷൻ 25% ഉയർത്താൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ്.
ഇത് പോസിറ്റീവായി നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. ഒപ്പം EV മേഖലയിലെ ഡിമാൻഡ് ഉയരുന്നത് കമ്പനിക്ക് കൂടുതൽ അവസരങ്ങൾ ഒരുക്കുന്നുണ്ട്. കൂടാതെ ടെക്നോളജി അഡ്വാൻസ്മെന്റ് മറ്റൊരു ഓപ്പർച്യൂണിറ്റിയാണ്. സ്മാർട്ട് മാനുഫാക്ചറിംഗ്, ഡിജിറ്റലൈസേഷൻ, AI ടെക്നോളജിയിലുള്ള ഫോക്കസ് എന്നിവ കൂടുതൽ എഫിഷ്യൻ്റ് ആയ പ്രൊഡക്റ്റുകൾ ഓഫർ ചെയ്യുന്നതിന് ഓപ്പർച്യൂണിറ്റി ഒരുക്കുന്നുണ്ട്. പണ്ടുകാലം മുതൽക്കേ സംവർധന മദേഴ്സൺ, മാരുതി, ഹ്യൂണ്ടായി, BMW പോലുള്ള ഒറിജിനൽ എക്യുപ്മെന്റ് മാനുഫാക്ചറിംഗ് കമ്പനികൾക്ക് പാർട്സ് സപ്ലൈ ചെയ്യുന്ന ബിസിനസ്സാണ് നടത്തുന്നത്. എന്നാൽ ആഫ്റ്റർ മാർക്കറ്റ് സർവീസ് കൂടി കമ്പനി ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അതായത് റീപ്ലേസ്മെന്റ് പാർട്സ്, മെയിൻ്റനൻസ് സർവീസ് പോലുള്ള സർവീസുകൾ ചെയ്യുന്നുണ്ട്. ഇത് സർവീസ് സെഗ്മെന്റിന്റെ വളർച്ചയ്ക്കും സഹായിക്കും. അവസാനമായി കമ്പനിയുടെ ത്രെഡ്സ് എന്താണെന്ന് കൂടി പരിശോധിക്കാം. ട്രേഡ് റെസ്ട്രിക്ഷൻസ്, എക്കണോമിക് സ്ലോ ഡൗൺ, ഒപ്പം ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് എന്നിവ മറ്റെല്ലാ കമ്പനികളെ പോലും കമ്പനിക്കും വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. വിവിധ സെഗ്മെന്റുകളിലേക്ക് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ മറ്റ് റെഗുലേറ്ററുകളുടെ അനുമതി ആവശ്യമാണ്. ഇത് മറ്റൊരു ത്രെട്ടായി നമുക്ക് ചൂണ്ടിക്കാണിക്കാം. ഒപ്പം വർദ്ധിച്ചു വരുന്ന കോമ്പറ്റീഷനാണ് കമ്പനി നേരിടുന്ന പ്രധാന വെല്ലുവിളി. നിലവിലുള്ള മാർക്കറ്റ് ഷെയറിനെയും പ്രോഫിറ്റബിലിറ്റിയെയും ഇത് ഡയറക്റ്റ് ആയിട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്. മാക്രോ കണ്ടീഷൻസ് വീക്കായി തുടരുന്നുണ്ടെങ്കിലും ഈ കമ്പനിയുടെ ഓഹരിയിൽ പല അനലിസ്റ്റുകളും ഇപ്പോൾ ഒപ്റ്റിമിസ്റ്റിക് ആയി തുടരുന്നുണ്ട്. കാരണം മെച്ചപ്പെട്ട റിസൾട്ടുകൾ പുറത്തുവിടാൻ കമ്പനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഓഹരി വിപണിയിലും കമ്പനിയുടെ പെർഫോമൻസ് വിലയിരുത്തുകയാണെങ്കിൽ ഒരു ഡൗൺ ട്രെൻഡിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എങ്കിൽ പോലും ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ള റിസൾട്ടുകളുടെയൊക്കെ ബേസിൽ മുന്നോട്ടേക്ക് അല്ലെങ്കിൽ ലോങ് ടേമിലേക്ക് ഈ ഒരു പെർഫോമൻസിൽ പുരോഗതി ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും മറ്റൊരു കമ്പനിയുടെ അനാലിസിസുമായി വീണ്ടും കാണാം.